ഭക്തിയും ജനകീയ കൂട്ടായ്മയും വിളംബരം ചെയ്ത് കാസർകോട്ടെ പെരുങ്കള്ളിയാട്ട തിരുമുറ്റങ്ങളിലേക്ക് ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് കലവറ ഘോഷയാത്രകൾ. രാമവില്യം കഴകത്തിലും കേണമംഗലം ഭഗവതി കഴകത്തിലും ഭക്തലക്ഷങ്ങൾ ദർശനം തേടി അന്നപ്രസാദം കഴിക്കും. പെരുങ്കള്ളിയാട്ട മഹോത്സവത്തിന് നാളെ വൈകിട്ട് തുടക്കമാകും. പച്ചക്കറികളും ഫലധാന്യങ്ങളും അരിയും ചുമന്ന് മേളപ്പെരുമയോടെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആയിരങ്ങൾ കാൽനടയായി പെരുങ്കളിയാട്ടത്തിനൊരുങ്ങിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം, നീലേശ്വരം കേണമംഗലം ഭഗവതി കഴകം എന്നീ ക്ഷേത്ര തിരുമുറ്റങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഭക്തിയും ജനകീയ കൂട്ടായ്മയും വിളംബരം ചെയ്യുന്ന മാനവോത്സവമായി മാറുകയാണ് കാസർഗോഡ് ജില്ലയിൽ രണ്ടിടങ്ങളിലായി ഒരേ സമയം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവങ്ങൾ. ഒരു വർഷത്തിലേറെ നീണ്ട പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഭക്തലക്ഷങ്ങൾ ദർശനം തേടുന്ന പെരുങ്കളിയാട്ടത്തിനായി കഴക തിരുമുറ്റങ്ങൾ ഒരുങ്ങിയത്. ഉത്സവാന്തരീക്ഷം തീർത്തുകൊണ്ട് കലവറ ഘോഷയാത്രകൾ കഴക തിരുമുറ്റങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നാടൊന്നടങ്കം പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ ഒത്തുകൂടുകയാണ്. തെയ്യങ്ങൾ തിരുമുടിയേർത്തി ദർശന കടാക്ഷങ്ങൾ പകരുമ്പോൾ ദേവീപ്രസാദമായി രണ്ടു നേരങ്ങളിലും ഭക്തജനങ്ങൾക്ക് അന്നദാനം ഒരുക്കുക എന്നത് പെരുങ്കളിയാട്ട മഹോത്സവത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. വ്രതശുദ്ധിയോടെ കലശം കുളിച്ച ബാല്യക്കാരാണ് ഭക്തലക്ഷങ്ങൾക്കായുള്ള സദ്യ ഒരുക്കുക. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ബുധനാഴ്ച പെരുങ്കളിയാട്ടത്തിന് തുടക്കം കുറിക്കും. നീലേശ്വരം കേണമംഗലം കഴകത്തിൽ നാളെ ആരംഭിക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സദ്യ ഒരുക്കുക. അമൃത ന്യൂസ്, കാസർഗോഡ്.